നമസ്കാരം. ഇലക്ഷൻ സ്ഥാനാർത്ഥി നിർണയത്തിന് മുമ്പ് തിരുവനന്തപുരം ജില്ലയിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഉറപ്പുണ്ടായിരുന്ന ഏക സീറ്റ് കോവളമാണെന്ന് പറയാം. ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ ആ സമയത്തുള്ള ഒരു പ്രവർത്തനക്ഷമത വെച്ച് കോൺഗ്രസിന് കിട്ടുവാൻ സാധ്യതയുള്ള ഏക സീറ്റ് തിരുവനന്തപുരം ജില്ലയിൽ കോവളമായിരുന്നു. മലബാറിൽ ഒരുപക്ഷെ കോൺഗ്രസ് മികച്ച പ്രകടനം നടത്തിയാൽ മാത്രം ചെറിയൊരു ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ എത്തുമെന്ന വിലയിരുത്തലാണ് ഉണ്ടായിരുന്നതെങ്കിൽ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കുന്നതിനോടൊപ്പം കോൺഗ്രസിന് തിരുവനന്തപുരം ജില്ലയിൽ ആത്മവിശ്വാസവും വർദ്ധിക്കുന്നു എന്ന വിലയിരുത്തൽ രാഷ്ട്രീയ നിരൂപരൊക്കെ നടത്തുന്നുണ്ട്. പ്രത്യേകിച്ചും ഒരുപക്ഷെ 14 സീറ്റുകളിൽ ഏകദേശം പകുതിയോളം സീറ്റുകൾ കോൺഗ്രസ് പിടിച്ചെടുക്കുവാൻ നിലവിലുള്ള സാഹചര്യത്തിൽ സാധ്യതയുണ്ട്. കാരണം പ്രായവും മറ്റുമൊന്നും പരിഗണിക്കാതെ ഓരോ മണ്ഡലങ്ങളിലും പരമാവധി വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി നിയോഗിച്ചിട്ടുണ്ട് എന്നതാണ് ഏറ്റവും വലിയ വാസ്തവം. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ വിശകലനങ്ങളൊക്കെ നടത്തുമ്പോൾ പ്രത്യേകിച്ചും തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലം കൂടി ഒരുപക്ഷെ ഈസി വാക്ക് ഓവറായി കോൺഗ്രസ്സിന് UDFന് ലഭിച്ചേക്കും. അവിടെ CMBയുടെ CP ജോണാണ് UDF സ്ഥാനാർത്ഥി. അവസാന നിമിഷമാണിപ്പോൾ LDFന് ഒരു സ്ഥാനാർത്ഥിയെ കണ്ടുപിടിക്കുവാൻ കഴിഞ്ഞത്. സിനിമാ താരം കരമന സുധീറാണ് ഇടതുപക്ഷ സ്വതന്ത്രനായി മത്സരിക്കുക എന്ന് കേൾക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ സീറ്റ് ഒരു ഈസി വാക്ക് ഓവറായി കോൺഗ്രസ്സിന് UDF ലഭിച്ചേക്കാം. കാരണം CMB ആണ് അവിടെ മത്സരിക്കുന്നത് എന്ന ഒരു പ്രത്യേകതയുണ്ട്. നെയ്യാറ്റിൻകര വരികയാണെങ്കിൽ അൻസലനെതിരെ ശക്തനാണ് സ്ഥാനാർത്ഥി. രണ്ടുപേരും ഒരേ സമുദായ അംഗങ്ങളാണ്, നാടാർ സമുദായത്തിൽ നിന്ന് വരുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ കടുത്ത മത്സരം നടക്കുവാനുള്ള സാധ്യതയുണ്ട്. അവിടെ കോൺഗ്രസ്സിന് ഇപ്പോൾ സാധ്യതകൾ വർദ്ധിക്കുന്നു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ആ മണ്ഡലം കോൺഗ്രസിനെ ഒപ്പമാണ് ഉണ്ടായിരുന്നത് എന്ന ഒരു വസ്തുതയാണ് വിലയിരുത്തപ്പെടുന്നത്. അങ്ങനെ തിരുവനന്തപുരം ജില്ലയിൽ പുതിയ സംഭവവികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാകുമ്പോൾ കൂടുതൽ മണ്ഡലങ്ങളിലേക്ക് കോൺഗ്രസ് വിജയസാധ്യത വർദ്ധിപ്പിക്കുന്നു എന്നത് ആ ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ ആത്മവിശ്വാസം കൂട്ടുന്നു എന്നൊരു പ്രത്യേകതയുണ്ട്. മറ്റൊന്ന്, തിരുവനന്തപുരത്ത് കാലാകാലങ്ങളായി ഒരു നിയമസഭാ മണ്ഡലത്തിലാണ് മുസ്ലിം സ്ഥാനാർത്ഥിയെ പരിഗണിച്ചിരുന്നത്. വർക്കല കഹാറായിരുന്നു ഉണ്ടായിരുന്നത്. 2001 സ്വതന്ത്രനായി MA വാഹിദ് വിജയിച്ചതിന് ശേഷം അദ്ദേഹം സ്വതന്ത്രനായി ആദ്യം വിജയിച്ചു. അതിനുശേഷം 2 സ്ഥാനാർത്ഥികളെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകളെ മത്സരിപ്പിക്കുന്ന ഒരു സമ്പ്രദായം കോൺഗ്രസ് ഉണ്ടായിരുന്നു. കഴക്കൂട്ടത്ത് നിന്ന് MA വാഹിദും പിന്നെ വർക്കല കഹാറും. പക്ഷേ ഈ പ്രാവശ്യവും 2 മുസ്ലിം സ്ഥാനാർത്ഥികളെ തിരുവനന്തപുരം ജില്ലയിൽ കോൺഗ്രസ് പരീക്ഷിക്കുന്നുണ്ട്. ഒന്ന് വർക്കലയിൽ നിന്ന് വർക്കല കഹാറും വാമനാപുരത്ത് നിന്ന് സുധീർ ഷാ പാലോടും. അങ്ങനെ 2 പേരെ പരീക്ഷിക്കുന്നുണ്ട്. അതായത് സാമുദായിക സമവാക്യങ്ങളൊക്കെ മാറ്റിവെച്ച് വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ തന്നെ പരിഗണിക്കുന്നു എന്നൊരു പ്രത്യേകതയുണ്ട്. പക്ഷേ ആ സാമൂഹ്യ സാഹചര്യത്തിൽ BRM ഷഫീറിന് സീറ്റ് ലഭിക്കുന്നില്ല എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. പക്ഷേ വർക്കലയെ സംബന്ധിച്ച് കോൺഗ്രസ് നിർത്തുവാൻ പറ്റുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി വർക്കല കഹാറാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഈ പഴയ കിളിമാനൂർ മണ്ഡലത്തിൻ്റെ ഭാഗങ്ങളായിരുന്ന മടവൂർ, പള്ളിക്കൽ പഞ്ചായത്തുകളൊക്കെ അവികസിതമായിരുന്നു. ആ പ്രദേശങ്ങളൊക്കെ വികസിതമാകുന്നത് ഈ പഞ്ചായത്തുകൾ പിന്നീട് വർക്കല നിയമസഭാ നിയോജക മണ്ഡലത്തിൻ്റെ ഭാഗമായി മാറുകയും വർക്കല കഹാർ അവിടെ MLA ആയി വരികയും ചെയ്യുന്ന ഒരവസരത്തിലാണ്. അതായത് വർക്കല കഹാർ വർക്കല മണ്ഡലത്തിൽ വികസനം കൊണ്ടുവന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് ആ മണ്ഡലത്തിൽ ചർച്ചയാകുന്നുണ്ട്. അദ്ദേഹം ഒരിക്കൽ കൂടി മത്സരിക്കുവാൻ വരുമ്പോൾ 2016 വർക്കല കഹാർ അവിടെ പരാജയപ്പെടുന്നത് അദ്ദേഹം വളരെ നിസ്സാരമായ ഇലക്ഷനെ കണ്ടുകൊണ്ടുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം അവിടെ വിജയിച്ചേക്കാൻ സാധിക്കുമായിരുന്നു. മാത്രമല്ല അദ്ദേഹം വോട്ട് പർച്ചേസ് ചെയ്യുവാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. ആവശ്യമായ ഫണ്ടൊക്കെ സപ്ലൈ ചെയ്ത് സംഘടനകളെയൊക്കെയും അവിടെയുള്ള കുറച്ച് സംഘടനകളെയൊക്കെയും കൂടെ നിർത്തുവാൻ കഴിയുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ 2026 ഒരിക്കൽ കൂടി വർക്കൽ കഹാർ അവിടെ മത്സരിക്കുവാൻ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ രാഷ്ട്രീയ ചാണക്യ തന്ത്രങ്ങളൊക്കെയും ഉപയോഗിക്കുവാൻ കഴിയും എന്ന ഒരു വിശ്വാസത്തിലാണ് അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകരും നേതൃത്വവും ഒക്കെ ഉള്ളത്. അദ്ദേഹത്തിന് വോട്ട് ബാർഗെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ പർച്ചേസ് ചെയ്തെടുക്കുവാൻ കഴിയും മറ്റുള്ള സംഘടനകളിൽ നിന്നൊക്കെ അത്യാവശ്യ ഫണ്ടൊക്കെ കൊടുത്ത് എന്ന ഒരു നിഗമനം തന്നെയാണ് വർക്കലയിൽ നടക്കുന്നത്. അദ്ദേഹം വിജയിക്കുവാനുള്ള സാധ്യതയുണ്ട് വർക്കല കഹാർ എന്ന രീതിയിൽ തന്നെയാണ് അവിടെ നിന്നുള്ള ഒരു വിശകലനം വരുന്നത്. പക്ഷേ ജോയിയെ സംബന്ധിച്ച് അദ്ദേഹവും നിസ്സാരനല്ല. 2016 ജോയിയെ വില കുറച്ച് കണ്ടതുകൊണ്ട് മാത്രമാണ് അവിടെ ഒരുപക്ഷെ വർക്കല കഹാർ പരാജയപ്പെട്ടതെങ്കിലും ജോയി പിന്നീട് ആ മണ്ഡലത്തിൻ്റെ ഒരു നിയന്ത്രണം ഏറ്റെടുക്കുകയായിരുന്നു. അദ്ദേഹം വർക്കല കഹാർ എങ്ങനെയായിരുന്നു വർക്കല മണ്ഡലത്തിൽ പ്രവർത്തിച്ചത് അതേ രീതിയിൽ തന്നെ ആ പാത പിന്തുടർന്ന് പ്രവർത്തിച്ചു വരുന്ന ആളുകളാണ്. 2 പേരും രാഷ്ട്രീയ ചാണക്യന്മാരാണ്. ഫണ്ടിംഗ് ഒക്കെ ചെയ്ത്
മറ്റുള്ള പാർട്ടികളുടെ പ്രത്യേകിച്ചും BDJS പോലെയുള്ള പ്രസ്ഥാനമാണ് അവിടെ NDA പ്രതിനിധീകരിച്ച് മത്സരിക്കുന്നത്. അവരുടെ വോട്ടൊക്കെ പർച്ചേസ് ചെയ്യുവാൻ കഴിവുള്ള ആളുകളാണ് രണ്ടുപേരും എന്ന ഒരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെ വർക്കല നിയമസഭാ മണ്ഡലത്തിൽ കടുത്ത ഒരു മത്സരം തന്നെയാണ് നടക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മൾ ചിറയൻകീഴിലോട്ട് വന്നാൽ ചിറയൻകീഴിൽ രമ്യ ഹരിദാസിന് സീറ്റ് കൊടുത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് അവിടെ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച കോൺഗ്രസ് നേതാവ് BS അനൂപ് BJPയിൽ എത്തിയിട്ടുണ്ട്. അവിടെ നേരത്തെ പരിഗണിക്കപ്പെട്ടിരുന്ന BJP സ്ഥാനാർത്ഥിയായി പരിഗണിക്കപ്പെട്ടിരുന്ന കോർപ്പറേഷൻ്റെ ഡെപ്യൂട്ടി മേയർ കൂടിയായ ആശാനാഥിന് അവിടെ സീറ്റില്ല. കാരണം അനൂപ് ഇപ്പോൾ BJPയിലെത്തി അവിടെ BJP സ്ഥാനാർത്ഥിയായി മാറുന്നു എന്നൊരു പ്രത്യേകതയുണ്ട്. അനൂപ് ഓൾറെഡി തന്നെ കോൺഗ്രസിൻ്റെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്. കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം മത്സരിച്ചതാണ് കോൺഗ്രസിന് വേണ്ടി. ഇപ്പോൾ അദ്ദേഹം BJPയിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ അവിടുത്തെ ഒരു മണ്ഡലം വിലയിരുത്തുമ്പോൾ ആശാനാഥ് 2021 നടത്തിയ പ്രകടനം അവിടെ അനൂപിന് നടത്തുവാൻ കഴിയില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ആശാനാഥ് ശോഭാ സുരേന്ദ്രനെ പോലെ ഒരു ഫൈറ്റിംഗ് കാൻഡിഡേറ്റ് ആണ്. പക്ഷേ അനൂപിന് അത് കഴിയും എന്ന് തോന്നുന്നില്ല. ഒരുപക്ഷെ BJPയെ സംബന്ധിച്ച് അനൂപിനെ അവിടെ മത്സരിക്കുവാൻ നിയോഗിച്ചത് മണ്ടത്തരമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. വിജയസാധ്യത രമ്യ ഹരിദാസിലേക്ക് എത്തുന്നുണ്ട്. കാരണം അവർ ആശാനാഥ് കൂടി ആ മണ്ഡലത്തിൽ വനിതാ സ്ഥാനാർത്ഥിയായി വരാത്ത സാഹചര്യത്തിൽ വനിതകളുമായി സംവദിക്കുവാൻ കഴിയുന്ന, അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ കഴിയുന്ന, പ്രത്യേകിച്ചും ചിറയൻകീഴ് മണ്ഡലം കർഷക തൊഴിലാളികളുടെയും കയർ തൊഴിലാളികളുടെയും ഒക്കെ മേഖലയാണ്. വനിതകളാണ് അവരുടെ തൊഴിലിടങ്ങളിലേക്ക് ഡയറക്റ്റായിട്ട് ഇറങ്ങിച്ചെല്ലുവാൻ രമ്യ ഹരിദാസിന് കഴിയുന്നുണ്ട്. ഒരുപക്ഷേ അവിടെ ആശാനാഥ് കൂടി വന്നിരുന്നുവെങ്കിൽ 2 വനിതാ സ്ഥാനാർത്ഥികൾ എന്ന രീതിയിൽ ആ വോട്ട് സ്പ്ലിറ്റായി പോകുമായിരുന്നു. പക്ഷേ BJP സ്ഥാനാർത്ഥിയായി എത്തുന്ന കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് നേരത്തെ അവിടെ മത്സരിച്ച അനൂപിന് കഴിയില്ല. അങ്ങനെ CPI ആണ് അവിടെ മത്സരിക്കുന്നത്. CPIയുടെ മനോജ് ഇടമനയും രമ്യ ഹരിദാസ് തമ്മിലുള്ള ഡയറക്റ്റ് ഫൈറ്റ് ആയിരിക്കും അവിടെ നടത്തുന്നത്. രമ്യ ഹരിദാസിന് നേരിയ ചാൻസ് തന്നെ ഇപ്പോൾ ഉണ്ട്. അതായത് നേരിയ മുൻഗണന രമ്യ ഹരിദാസിനുണ്ട് എന്ന ഒരു വിലയിരുത്തലാണ് അവിടെ വരുന്നത്. വാമനപുരത്തേക്ക് വരികയാണെങ്കിൽ അവിടെ പാലോട് രവിക്ക് സീറ്റില്ല. സുധീർ ഷാ പാലോട് DK മുരളി മത്സരമാണ് നടക്കുന്നത്. സുധീർ ഷാ പാലാട് കോൺഗ്രസിനും ഒപ്പം DK മുരളി CPMനും. ഇടതുപക്ഷത്തിൻ്റെ കുത്തകയായിരുന്ന മണ്ഡലം ഒരുപക്ഷെ സുധീർ ഷാ പാലോട് പിടിച്ചെടുക്കുവാനുള്ള സാധ്യതകളുണ്ട്. അത് പറയുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇടതുപക്ഷത്തിൻ്റെ കുത്തകയായ ഒരു ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ കഴിഞ്ഞ ഇലക്ഷനിൽ 6000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് സുധീർ ഷാ പാലോട് വിജയിച്ചു വന്നത്. ആ മണ്ഡലത്തിലെ ഒരു വോട്ട് കിട്ടിയാൽ തന്നെ സുധീർ ഷാ പാലോടിന് വിജയിച്ചു വരാൻ കഴിയും എന്ന രീതിയിലുള്ള ഒരു നിഗമനം അവിടെ നടത്തപ്പെടുന്നുണ്ട്. മാത്രമല്ല നമ്മൾ ആ മണ്ഡലത്തിൻ്റെ ഒരു ചരിത്രമെടുത്ത് നോക്കിയാൽ കഴിഞ്ഞ 9 തവണയായി LDF അഥവാ CPM തുടർച്ചയായി വിജയിച്ചു വരുന്ന മണ്ഡലമാണ്. 100% CPMൻ്റെ ഒരു സ്ട്രൈക്ക് റേറ്റ് വാമനപുരത്തെ സംബന്ധിച്ച്. പക്ഷേ അവിടെ ചെറിയ വോട്ടുകൾക്കാണ് കോൺഗ്രസ് എപ്പോഴും പരാജയപ്പെടുന്നത്. 2011 ഏകദേശം 2200 വോട്ടുകൾക്കാണ് മോഹനചന്ദ്രനെ പരാജയപ്പെടുന്നത്. 2001 വെറും 1000 വോട്ടുകൾക്ക്. ഈ ചരിത്രം പരിശോധിച്ചാൽ ആവറേജ് ഒരു 5000 വോട്ടുകൾക്ക് മാത്രമാണ് എപ്പോഴും കോൺഗ്രസ് അവിടെ പരാജയപ്പെടുന്നത്. ഒരുപക്ഷെ നല്ലൊരു ഫൈറ്റിംഗ് കാൻഡിഡേറ്റ് വന്നാൽ അതുകൊണ്ട് തന്നെ ആ മണ്ഡലം തിരിച്ചു പിടിക്കുവാൻ കഴിയും എന്ന നിഗമനത്തിലാണ് കോൺഗ്രസ്. സുധീർ ഷാ പാലോട് വരുന്നതുകൂടി ആ ഒരു അപര്യാപ്തത, ഒരു ഫൈറ്റിംഗ് കാൻഡിഡേറ്റ് എന്ന ഒരു അപര്യാപ്തത കോൺഗ്രസ് പരിഹരിക്കുവാൻ കഴിയുമെന്ന വിലയിരുത്തൽ വരികയാണ്. കാരണം അദ്ദേഹം CPMൻ്റെ കുത്തകയായ ഒരു ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ നിന്ന് വാമനപുരത്ത് അകത്തുള്ള ഒരു ഡിവിഷനിൽ നിന്ന് 6000-ലധികം വോട്ടുകൾക്ക് വിജയിച്ച ഒരു പാരമ്പര്യത്തിൽ വരുന്നു എന്നതുകൊണ്ട് തന്നെ ആ മണ്ഡലം ചരിത്രത്തിലാദ്യമായി UDFന് വേണ്ടി കോൺഗ്രസ് പിടിച്ചെടുക്കുവാനുള്ള സാധ്യതയുണ്ട്. അതായത് തിരുവനന്തപുരം ജില്ലയിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം കോൺഗ്രസ് ഏകദേശം പകുതിയിലേറെ സീറ്റുകൾ പിടിച്ചെടുക്കുവാനുള്ള ഒരവസ്ഥയിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുകയാണ്. തിരുവനന്തപുരം ജില്ലയിലെ അടുത്ത സീറ്റുകളുടെ വിശകലനമായി കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.